അപ്പോൾ നമ്മളിന്ന് നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ ഞാൻ ദേ നമ്മുടെ ക്രേറ്റുകളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നെറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പാണ് നമ്മുടെ കയ്യിലുള്ള റെഡ് ക്ലോ ക്രേഫിഷുകളെ നമ്മൾ ഈ 2 ക്രേറ്റുകളിലേക്ക് ആക്കി മാറ്റിയത്. ഇതിനകത്ത് ഒരു മെയിലാണ് കിടക്കുന്നത്. തൊട്ടപ്പുറത്തെ ക്രേറ്റിൽ 2 റെഡ് ക്ലോ ക്രേഫിഷുകൾ കിടക്കുന്നുണ്ട്. ഒരു മെയിലും ഒരു ഫീമെയിലും ഏകദേശം ഒരേ സൈസാണ്. അപ്പുറത്തുള്ള ആ ഒരു ക്രേറ്റിൽ കിടക്കുന്ന ആ ഒരു മെയിൽ കുറച്ച് ചെറുതാണ്. അതുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് ഇട്ടിട്ടുള്ളത്. ഇതിനകത്ത് കിടക്കുന്ന മെയിൽ കുറച്ച് ചെറുതാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ സൈസ് വയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ഒറ്റയ്ക്കിടാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല ഈ ഒരു ക്രേറ്റിനകത്ത് 2 എണ്ണത്തിന് കിടക്കാനുള്ള സ്പേസ് ശരിക്കും ഉള്ളൂ. ഈ ഒരു സൈസിന് ഇതിൽ കിടക്കുന്ന സൈസിൻ്റെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണത്തിന് കിടക്കാനുള്ള സ്പേസാണ് ശരിക്കും ഈ ഒരു ക്രേറ്റിൽ വരുന്നത്. ഇനി അവർ കുറച്ച് സൈസ് വെക്കുന്നവരെ 2 എണ്ണത്തിനൊക്കെ കിടക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസായി കഴിഞ്ഞാൽ പിന്നെ ഒരു സിംഗിൾ പീസിനൊക്കെ ആയിരിക്കും നമുക്ക് ഒരു ക്രേറ്റിൽ ഇടാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് മെയിലാണ്. കുറച്ച് ചെറിയ സൈസ് മെയിലാണ് അപ്പുറത്തെ കിടക്കുന്ന മെയിലിനേക്കാളും. കണ്ടില്ല, അത് അതേ ആ ഒരു PVC പൈപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇതേ ഇപ്പോൾ പുറത്തേക്ക് വന്നു, നിങ്ങൾക്ക് കാണാൻ അതേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ കടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ സാധാരണ ഇവരെ കൈ കൊണ്ട് പിടിക്കാറില്ല. എന്നാൽ നിങ്ങൾക്കറിയാം ഈ ക്രേഫിഷുകൾ വളർത്തുന്ന ആൾക്കാർ, അതായത് ഫാമുകളിലൊക്കെ ഉള്ളവർ വളരെ ഈസി ആയിട്ട് അതിനെ പിടിക്കുന്ന കാണാം. അത് പിടിക്കാൻ അറിയണം നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കടി കിട്ടാനും സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ ഇതിനെ അമർത്തി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷെല്ലിന് ഡാമേജ് വരാനും സാധ്യതയുണ്ട്. കാരണം റെഡ് ക്ലോ ക്രേഫിഷുകൾ നമ്മൾ പിടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അത് പ്രഷർ ഉപയോഗിച്ചാണ് അത് പിടയ്ക്കുന്നത്. ആ സമയത്ത് കയ്യിൽ നിന്ന് വഴുതി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വഴുതി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വല്ലാതെ പ്രഷർ കൊടുത്ത് പിടിക്കും. അങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിനകത്ത് നമ്മൾ പെല്ലറ്റ് ഫുഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരമായിട്ട്. അപ്പോൾ പെല്ലറ്റ് ഫുഡ് നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്ത് ഇട്ട് കൊടുത്താൽ അത് താഴേക്ക് പോകും. താഴേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും വലിയ സൈസ് പെല്ലറ്റാണ് കൊടുക്കുന്നത്. അതിനധികം പ്രൈസൊന്നും വരുന്നില്ല. ഉള്ളതിൽ വെച്ച് ഏറ്റവും ചീപ്പായിട്ടുള്ളതാണ് ഈ വലിയ സൈസ് പെല്ലറ്റ്. ഇത് ഗ്രോവലിൻ്റെ ആണ്. ഇത് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ്. 1 കിലോൻ്റെ പാക്കറ്റായിട്ടാണ് നമ്മൾ വാങ്ങാറുള്ളത്. കണ്ടില്ലേ, ഇത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ അത് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകും. ഇപ്പോൾ കണ്ടില്ലേ, അത് വന്ന് കഴിക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നുണ്ട്, എന്നിട്ട് കഴിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഫീഡ് ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു പെല്ലറ്റ് ഫുഡാണ്. പിന്നെ ഇതിനകത്ത് ചെടികൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന കാണാം. ഇതിനകത്ത് അസോള കിടക്കുന്നുണ്ട്, സാൽവീനിയ എന്ന് പറഞ്ഞ ചെടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓരോ വാട്ടർ ചേഞ്ചിനും ചെക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാറുണ്ട്. അതായത് ഈ ചെടികൾ പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കല്ല. ഇവരുടെ ക്ലോസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് അവർ കഴിക്കും. കഴിച്ച് കഴിഞ്ഞാൽ കുറേ ഇലകളൊക്കെ ഇങ്ങനെ പീസായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കാണാം. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പ്ലാന്റ് മാറ്റർ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നോൺ വെജ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് പെട്ടെന്ന് വെള്ളത്തിൽ പ്രശ്നം വരുന്നത്. ഈ വെജ് ഐറ്റംസ്, അതായത് ഇങ്ങനത്തെ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുത്താണ് വെള്ളത്തിൽ പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റുന്നതാണ് നല്ലത്. മാത്രമല്ല ഇത് ഡയറക്റ്റ് സൺലൈറ്റിലല്ല കിടക്കുന്നത്. ലൈറ്റ് അടിക്കുന്നുണ്ട് എങ്കിലും ഇതിലേക്ക് അധികം സൺലൈറ്റ് ഇങ്ങനെ ഡയറക്റ്റ് വരുന്നില്ല. ഡയറക്റ്റ് വന്നാൽ മാത്രമാണ് ചില ചെടികൾ, പ്രത്യേകിച്ച് ഈ സാൽവീനിയൊക്കെ നല്ല രീതിയിൽ വളരുള്ളൂ. എങ്കിലും ഇത് ചെറിയ രീതിയിലൊക്കെ ഗ്രോത്ത് വെക്കുന്നുണ്ട് കുറച്ച് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് ഈ ചെടികൾ ഇവർ മൊത്തത്തിൽ വെട്ടിയിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറേ കഴിച്ച് പിന്നെ കുറേയൊക്കെ ഇങ്ങനെ വേസ്റ്റ് പോലെ വെട്ടി പീസാക്കി ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കളഞ്ഞ് പുതിയ ചെടികൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ ആഴ്ചയും, അതായത് സാധാരണ നമ്മൾ വെള്ളിയാഴ്ചകളിലാണ് ഇവരുടെ വാട്ടർ ചേഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചെടികൾ ചെക്ക് ചെയ്ത് പുതിയ ചെടികൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ, കുറേ ചെടികൾ അവർ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇലകൾ മാത്രമായിട്ട് കിടക്കുന്നത് കാണാം. അതായത് ഒരു ഫുൾ പീസ് ചെടി അല്ലാതെ കുറേ ഇലകൾ ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് കിടക്കുന്നത് കണ്ടില്ല. അത് അവർ കഴിച്ച് കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളതാണ്. അത് നമ്മൾ ചെക്ക് ചെയ്ത് വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഫുഡായിട്ട് കഴിക്കുന്നത് ഈ പെല്ലറ്റ് ഫുഡും അതുപോലെ തന്നെ ഈ ചെടികളുമാണ്. പിന്നെ നോൺ വെജ് നമ്മൾ ഫീഡ് ചെയ്യാറില്ല. നോൺ വെജ് ഫീഡ് ചെയ്യുന്നത് നല്ലതാണ് ഇടയ്ക്കൊക്കെ. അതായത് ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കാം, അതുപോലെ മണ്ണിരകൾ ഇട്ട് കൊടുക്കാം. പിന്നെ മറ്റ് വേംസ് ആയിട്ടുള്ള ബ്ലഡ് വേംസ്, ട്യൂബിഫെക്സ് വേംസ് അങ്ങനത്തെയൊക്കെ കൊടുക്കാം. പിന്നെ ഈ ലാർവകൾ പോലെ BSF ലാർവയൊക്കെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഫീഡിങ്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ക്രേറ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് 2 എണ്ണത്തിനെയും കാണാനില്ല. അതിനകത്തൊരു മെയിലും ഫീമെയിലും കിടക്കുന്നുണ്ട്. വരുന്നുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഈ വരുന്നത് ഫീമെയിലാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവാം, അതിൻ്റെ ക്ലോസ് ചെറുതാണ്, ഫീമെയിലാണ് വരുന്നത്. ഇതിനകത്ത് 2 എണ്ണം കിടക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. അവർ തമ്മിൽ ഫൈറ്റൊന്നും ചെയ്യുന്നില്ല. അതായത് ക്ലോസ് ഉപയോഗിച്ചിട്ടുള്ള ഫൈറ്റൊന്നും നടക്കുന്നില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുഷ് ചെയ്യുന്നുണ്ട് ചില സമയത്ത്. കൂടുതൽ സമയം നമ്മൾ കണ്ടിട്ടുള്ളത് മെയിൽ ഫീമെയിലിനെ ഇങ്ങനെ പുഷ് ചെയ്ത് പുറത്ത് ബാക്കിലേക്ക് തള്ളുന്നതാണ്. ചില സമയത്ത് ഇതേപോലെ PVC പൈപ്പിനകത്തൊക്കെ കയറുന്ന സമയത്ത് മെയിൽ വന്ന് ഈ ഫീമെയിലിനെ PVCയുടെ ഉള്ളിലേക്ക് അങ്ങ് പുഷ് ചെയ്ത് വിടുന്നതാണ്, തള്ളി ഇടുന്നതാണ്. അതെനിക്ക് തോന്നുന്നു ഇതേപോലെ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അറ്റാക്കൊന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല. നമ്മൾ ക്ലോസ് ഉപയോഗിച്ചൊക്കെ അറ്റാക്ക് ചെയ്യുന്നതാണ് ശരിക്കും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതാണ് മെയിൽ, കണ്ടില്ലേ. ഇപ്പോൾ മെയിൽ ആ സൈഡിൽ നിന്ന് പതുക്കെ നടന്ന് വരുന്നുണ്ട്. ഇപ്പോൾ മെയിലും ഫീമെയിലും ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്, കണ്ടില്ലേ. 2 പേരും അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്.
ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ ചില സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഉന്തും തള്ളുമൊക്കെ ചെയ്യുന്നത് കാണാം. പിന്നെ ഇവരുടെ ബിഹേവിയറിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമുക്ക് പണ്ടൊരു അനുഭവം ഉണ്ടായിരുന്നു, ഒരു എക്സ്പീരിയൻസ്. നമ്മൾ ആകെ വാങ്ങിയിട്ടുള്ള ക്രേഫിഷ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം വാങ്ങിയിട്ടുള്ള ഓറഞ്ച് കളറിലുള്ള നമ്മുടെ സാധാരണ അലങ്കാര ക്രേഫിഷുകളായിരുന്നു. അവരെയാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയത്. അത് വാങ്ങിക്കൊണ്ട് വന്ന അന്ന് നമ്മൾ ഒരുമിച്ചിട്ട പക്ഷേ ആ ഒരു മെയിൽ വന്നിട്ട് ഒരു ഫീമെയിലിൻ്റെ കൈ അങ്ങ് കടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ക്ലോസൊക്കെ കടിച്ച് പൊട്ടിച്ച് ആകെ ആ ഒരു ഫീമെയിലിനെ ഡാമേജ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു മെയിൽ. അപ്പോൾ തന്നെ അവരെ നമ്മൾ 2 സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് ആക്കി മാറ്റിയിട്ട് പിന്നീട് നമുക്ക് മഴ വന്ന സമയത്ത് വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ആ വെള്ളം കുറച്ച് കലങ്ങിയതായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഓറഞ്ച് ക്രേഫിഷുകൾ ചത്തുപോകുന്നത് ആദ്യമായിട്ട്. അവരെയാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ ക്രേഫിഷുകൾ. അപ്പോൾ അവർ ചത്തുപോയതിന് ശേഷം പിന്നെ നമ്മൾ വാങ്ങുന്നത് ഈ റെഡ് ക്ലോ ക്രേഫിഷുകളെയാണ്. ഇവരുമായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഫൈറ്റ് നല്ല രീതിയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ച പോലത്തെ ഫൈറ്റ് ഒന്നും ഉണ്ടായില്ല. കാരണം എല്ലാവരെയും സെപ്പറേറ്റ് ട്രേകളിലിട്ടാണ് നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഈ ഒരു ക്രേറ്റിലേക്ക് അവരെ ഇടുമ്പോൾ ഒരു ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. എല്ലാവരും ഒറ്റയ്ക്ക് ട്രേകളിലാണ് വളർന്ന് വലുതായിട്ടുള്ളത്. പെട്ടെന്ന് ഒരുമിച്ച് ഇടുമ്പോൾ അവർ നേരിട്ട് കാണുമ്പോൾ ഒരു ഫൈറ്റിന് നല്ല സാധ്യതയുണ്ട്. നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞ ഓറഞ്ച് ക്രേഫിഷുകളുടെ ആ ഒരു സംഭവം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ചെറിയ രീതിയിലുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതേ കണ്ടില്ലേ, പുഷ് ചെയ്ത് കണ്ടില്ലേ. ഇപ്പോൾ മെയിൽ വന്നിട്ട് ഇപ്പോൾ ആ ഒരു PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഫീമെയിലിനെ പുഷ് ചെയ്ത് വിട്ടു. കടിക്കുന്നൊന്നുമില്ല, ക്ലോസ് ഉപയോഗിച്ച് കടിക്കുന്നൊന്നുമില്ല. അത് ഉപയോഗിച്ച് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉന്തി തള്ളി ഉള്ളിലേക്ക് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ തീറ്റ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം. അതായത് ഈ തീറ്റ മുഴുവൻ എൻ്റെ ആണെന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ മെയിൽ നിൽക്കുന്നത്. നീ കഴിക്കണ്ട എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഇളക്കി വിടാറുണ്ട്. പക്ഷേ പിന്നീടൊക്കെ ഞാൻ വന്ന് കണ്ടില്ല, അതിനെ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചപ്പോൾ പുള്ളിക്കാരൻ പുറകിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് ഇടയ്ക്ക് ഇതുപോലെ വന്നിട്ട്. അപ്പോൾ ഫീമെയിലിൻ്റെ ബോഡിയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇത് കടിക്കുന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല. ആ ക്ലോസ് ഉപയോഗിച്ച് കടിച്ചു കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള ഡാമേജ് ശരീരത്തിന് സംഭവിക്കും. അതായത് കടിച്ചു കഴിഞ്ഞാൽ ഫീമെയിലിൻ്റെ കൈയും കാലും ഒക്കെ വേണമെങ്കിൽ പറിച്ചെടുക്കാം. മാത്രമല്ല ഈ ക്രേഫിഷുകളുടെ പവർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു പവർ അല്ല കേട്ടോ. ഭയങ്കരമായിട്ടുള്ള പ്രഷറാണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത് പിടിക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ. അത് നമ്മൾ മറ്റ് വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പ്രശ്നം. ഞാനിവിടെ PVCകൾ വെച്ചിട്ടുണ്ട്. ഈ PVCകളൊക്കെ വളരെ ഈസി ആയിട്ടാണ് അവർ നീക്കുന്നത്. അവർ നെറ്റ് ഉപയോഗിച്ച് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ആനകളൊക്കെ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും സംഭവം പുഷ് ചെയ്യാൻ അവർ നെറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ പുഷ് ചെയ്യുന്നതാണ് അല്ലേ. അതുപോലെ ഇവരുടെ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ പുഷ് ചെയ്യുന്നത്. നല്ല പ്രഷർ ഇവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട്. തൊട്ടപ്പുറത്തുള്ള ക്രേറ്റിനകത്ത് ഇതിപ്പോൾ 6 ഇഞ്ചിൻ്റെ PVC ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതായത് 2 ഇഞ്ച് വായ്വട്ടം വരുന്നത്. തൊട്ടപ്പുറത്തെ ക്രേറ്റിൽ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്തിരി വെയിറ്റ് ഉള്ള PVC ആണ്. അതായത് അത് 4 ഇഞ്ചിൻ്റെ വായ്വട്ടം വരുന്ന PVC ആണ്. 6 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതുവരെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല തിരിച്ചൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അത്രയും ഇത്തിരി വെയിറ്റ് ഉള്ള PVC പോലും ഇവർ ഈസി ആയിട്ട് അനായാസം നീക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇവർക്ക് അത്ര ബലമോ കാര്യങ്ങളൊന്നും ഇല്ല, ബലമില്ല എന്നൊക്കെ. പക്ഷേ ക്രേഫിഷുകൾക്ക് നല്ല പവറാണ്. അത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുഷ് ചെയ്ത് നീക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ആ ഒരു പവർ ഉള്ളത്. ഈ മെയിലിനെയും ഫീമെയിലിനെയും നമ്മൾ ഒരുമിച്ചിടാൻ കാരണം ഇവരുടെ സൈസ് ഏകദേശം ഒരേ സൈസാണ്. മാത്രമല്ല ഇങ്ങനെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ബ്രീഡിങ്ങിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കറിയില്ല ഇവർ എപ്പോഴാണ് ബ്രീഡാവുന്നത് എന്നുള്ളത്. സാധാരണ ഇവർക്കൊരു സീസൺ ഉണ്ട്. പക്ഷേ ബ്രീഡേഴ്സൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അവർ നാച്ചുറലായിട്ട് മേറ്റ് ആവുന്നൊക്കെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്നെ സംബന്ധിച്ച് ഇവരുടെ കെയർ അത്ര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം കുറേ കാര്യങ്ങളൊക്കെ പോസിറ്റീവാണ്. പിന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി മാത്രമാണ് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ചെക്ക് ചെയ്യാറുള്ളത്. കാരണം എവിടെയെങ്കിലും നമ്മൾ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അസുഖം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പെല്ലറ്റൊക്കെ ആവശ്യത്തിന് ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ഉള്ളതുകൊണ്ട്. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഫുഡ് കുറഞ്ഞു പോയാൽ അത് പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും ഇത് കുറച്ച് കൂടുതലാണ്. സാധാരണ ഏകദേശം നമ്മളൊരു 6 പെല്ലറ്റ് ഒരാൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ 12 പെല്ലറ്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വാട്ടർ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നാളെ എന്തായാലും നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കും. അപ്പോൾ പിന്നെ വിഷയമല്ല, പുതിയ വെള്ളം ഇതിലേക്ക് വരും. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ ഫീഡിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.